നമ്മൾ ഇന്ന് പോകുന്നത് വാട്ട് സുവാൻ ഗുഹ അല്ലെങ്കിൽ കേവ് ടെമ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടെമ്പിളിലോട്ടാണ് ഇന്നത്തെ യാത്ര. തായ്ലൻഡിലെ ഫങ്നഗ പ്രവിശ്യയിലുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് ഈ ഒരു ടെമ്പിള്. ഒരു വലിയ ശയിക്കുന്ന ബുദ്ധപ്രതിമയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. 18-ാം നൂറ്റാണ്ടിലെ രേഖകളിൽ ഈ ഗുഹയെക്കുറിച്ച് പരാമർശമുണ്ട്. ധ്യാനത്തിന് അനുയോജ്യമായ ഇടമെന്ന നിലയിൽ സന്യാസിമാരും പ്രാദേശിക ജനങ്ങളുമൊക്കെ ഇവിടെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ബുദ്ധപ്രതിമകൾ ഇവിടെ കൊണ്ടുവരികയും ഗുഹകൾ പുണ്യസ്ഥലമായി മാറുകയും ചെയ്തു. ഇവിടെ പ്രാദേശിക ഭരണാധികാരികൾ ഇവിടെ ക്ഷേത്രം സ്ഥാപിക്കുകയും ഏറ്റവും വിലയേറിയ പുണ്യവസ്തുക്കൾ ഇവിടെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനടുത്തായിട്ട് ഒരു കുരങ്ങന്മാരുള്ള ഒരു കേവോടുണ്ട്. അതിനെ മങ്കി കേവ് എന്നാണ് പറയുന്നത്. അതും ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ്. ശയിക്കുന്ന ബുദ്ധപ്രതിമയെന്ന് പറഞ്ഞില്ലേ, അതാണ് ഇപ്പോൾ കണ്ടത്. നല്ല രസമാണ്. അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല ഒരു ശാന്തതയാണ് അവിടെ. പിന്നെ ഗുഹയ്ക്കകത്തായതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോയും വീഡിയോ ഒന്നും പാടില്ലെന്ന്. എന്തായാലും കുറേ നേരമൊക്കെ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഒരു ബുദ്ധയുടെ ആ ഒരു ഇത് പ്രകാരമായിരിക്കും എപ്പോഴും ഒരു നല്ലൊരു സൈലൻസും നമുക്കൊരു കാം ഫീലിംഗ് ആണ് അവിടെ കയറിയാൽ തോന്നുന്നത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മേളിലോട്ട് ആ ഗുഹ കണ്ടില്ലേ, നല്ല രസമാണ് കാണാൻ. പിന്നെ ഈ സ്റ്റെപ്പ് കണ്ടോ, ആ ഒരു സ്റ്റെപ്പ് കയറി നമുക്ക് മേലെ പോകാം. ഇത് അതിനകത്തൊരു ഇവിടെ കണ്ടില്ലേ, ഇതിനകത്ത് കയറി പോകുമ്പോൾ ഒരു ക്ഷേത്രം മാതിരി, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ, ഒരു ക്ഷേത്രം മാതിരി തോന്നി. ഞങ്ങളങ്ങനെ അത് കയറി ജസ്റ്റ് ഒന്ന് പോയി കണ്ടു. നല്ല രസമാണ്. എല്ലായിടത്തും ഒരു ദിവ്യത്വം തുളുമ്പുന്ന ഒരു എന്തോ പറയുക, ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. അത് എനിക്ക് തോന്നുന്ന ഒരു ബുദ്ധൻ്റെ ആ ഒരു ഇതിൻ്റെ കഴിവ് തന്നെ ആയിരിക്കും ചിലപ്പോൾ. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയത്തില്ല. തായ്ലൻഡിലെ മെയിനായിട്ടും എല്ലാവരും ഈ പറഞ്ഞ പോലെ ബുദ്ധിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധ പ്രതിമകളും ബുദ്ധയുടെ ഇതിനൊക്കെ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. കണ്ടില്ലേ, ഇത് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോവുകയാണ്. ഈ സ്റ്റെപ്പൊക്കെ കയറാൻ ഇത്തിരി പാടായിരുന്നു കേട്ടോ, കാരണം ആ ഒരു ഇടുങ്ങിയ അരണ്ട വെളിച്ചത്തിലായിരുന്നു നമ്മൾ അങ്ങനെയൊക്കെ കയറി പോയത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സിങ്ങിൽ സൂക്ഷിക്കണം. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മുട്ടിൻ്റെ അവിടെ വരെയെങ്കിലും നമ്മുടെ ഡ്രസ്സ് ഉണ്ടായിരിക്കണം. അതായത് പാൻ്റാണെങ്കിലും ഷോർട്ട്സ് ആണെങ്കിലും. അതില്ലാത്തവർക്ക് അവരൊരു എന്താ പറയുക, ഒരു തുണി പോലെ ഒരെണ്ണം കൊടുക്കുക. അത് ഉടുത്തിട്ട് വേണം ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് കയറാൻ. എനിക്ക് തോന്നുന്നു ബുദ്ധയെ ആരാധിക്കുന്നതും അതുതന്നെ അവരുടെ ഒരു എന്താ പറയുക, അവരത്രയും പാവനമായിട്ട് കരുതുന്നതുകൊണ്ടായിരിക്കണം അങ്ങനെ അങ്ങനെ ഒരു നിർബന്ധം വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അവർ പ്രത്യേകം പറയും, ഇറങ്ങുന്നതിന് മുന്നേ നമ്മുടെ എല്ലാവരുടെയും ഡ്രസ്സ് ഒന്ന് നോക്കും. അതിൽ ഇൻ കേസ് ഡ്രസ്സ് ചെറുതോ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട്സൊക്കെ ആണെങ്കിൽ അവർ പറയും, അവരുടെ കയ്യിൽ തന്നെ ഉണ്ട് ഒരു തുണി, അത് നമ്മൾ ഉടുത്തിട്ട് നമ്മുടെ കയ്യിലോട് കൂട്ടിരിക്കും, അത് ഉടുത്തിട്ട് വേണം മുകളിലോട്ട് കയറി പോകാൻ. ഇതൊക്കെ ഒരു നല്ല അനുഭവമായിരുന്നു കേട്ടോ. നമുക്ക് ജീവിതത്തിൽ ഇതൊന്നും എപ്പോഴും കിട്ടുന്ന ഒരു അനുഭവം അല്ലല്ലോ. ഇച്ചിരി റിസ്ക്കി ആയിരുന്നു കയറാൻ കേട്ടോ. ഇച്ചിരി പാടുപെട്ടിട്ടാണ് ഇവിടെയൊക്കെ ഒന്ന് കയറിയത്. ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മുടെ കാലിനൊക്കെ ഉള്ള ഒരു ബലം വേണമെന്നൊക്കെ നമ്മൾ വിചാരിച്ചത്. അടുത്ത യാത്ര നമ്മൾ പോകുന്നത്, ഈ ഒരു ബോട്ടിൽ നമ്മൾ പോകുന്നത് ജെയിംസ് ബോണ്ട് ഐലൻഡിലോട്ടാണ്. കുറേ പേരുണ്ടായിരുന്നു. ഈ ഒരു ചുറ്റുപാടുമുള്ള കാഴ്ചകളും കണ്ട് ഈ ഒരു ജെയിംസ് ബോണ്ട് ഐലൻഡിൽ പോയ ഒരു യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത്രയും ദിവസം പച്ചിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു യാത്ര ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ചുറ്റുപാട് എനിക്ക് വീഡിയോ നിർത്താനേ തോന്നിയില്ല. അങ്ങനത്തെ വീഡിയോ എടുപ്പായിരുന്നു കേട്ടോ. കാരണം ചുറ്റിനും നല്ല പച്ചിപ്പും, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നില്ലേ നമ്മുടെ നാടിൻ്റെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇതുപോലൊരു പൂവാർ റിസോർട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ പോകുമ്പോൾ ഇതുപോലൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. ഇതുപോലൊക്കെ നമ്മൾ ഈ കണ്ടൽക്കാടുകളിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതുപോലൊക്കെ. ഇത് പറഞ്ഞേക്കത് ഇനി തെറ്റാവുമെന്ന് അറിയത്തില്ല, എന്നാൽ നിങ്ങൾ ക്ഷമിച്ചോ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി എന്തൊക്കെ പറഞ്ഞാലും ചുറ്റുപാട് എന്ത് രസമാണെന്നറിയോ. ഇങ്ങനെ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇതിൽ. അത് കഴിഞ്ഞിട്ട് ചുറ്റുപാട് നോക്കുമ്പോൾ മൊത്തം നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളതും ചുറ്റുപാട് നല്ല പച്ചിപ്പും എന്ത് മനോഹരമാണെന്നറിയാവോ. കുറേ നേരം ഇങ്ങനെ ഒന്ന് കണ്ണടച്ചിരുന്നാൽ പോലും നല്ല രസമായിരുന്നു ഈ ഒരു യാത്ര. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ യാത്ര തിരിച്ച് നമ്മൾ
ആ ഒരു പിന്നെ ജെയിംസ് ബോണ്ട് ഐലൻഡിൻ്റെ അവിടെ ആകുമ്പോൾ നമ്മളെ അവിടെ ഇറക്കി വിടും. നമ്മൾ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ, അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ ഈ ജെയിംസ് ബോണ്ട് ഐലൻഡിലോട്ട് പോകാൻ. നമ്മൾ മാത്രമല്ല കേട്ടോ, ചുറ്റുപാടും കുറേ ഉണ്ട്. ചുറ്റുപാടും ഇതുപോലുള്ള ബോട്ടുകൾ നിറയെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഇങ്ങനെ യാത്ര പുറപ്പെട്ടു. പിന്നെ നമ്മുടെ ഈ ഈ ഈ ഒരു ജെയിംസ് ബോണ്ട് ഐലൻഡിലോട്ട് പോകുമ്പോൾ ഉള്ള ഗൈഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പുള്ളി എല്ലാം പറഞ്ഞു തരുമായിരുന്നു, എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊക്കെ നമ്മളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു. അയാൾ ഭയങ്കര രസമുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഇങ്ങനെ യാത്ര തിരിച്ച് ഏതായാലും കുറേ ഇങ്ങനെ ഇതുപോലുള്ള കുറച്ച് ദൂരം ഇരുന്ന് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ജെയിംസ് ബോണ്ട് ഐലൻഡിലോട്ട് എത്തുന്നത്. ഒരു കാര്യം ഞാൻ ഇതിനിടയ്ക്ക് വിട്ടുപോയി. അതായത് ജെയിംസ് ബോണ്ട് ഐലൻഡിന് പോകുന്നതിന് മുമ്പ്, അത് കുറച്ച് ദൂരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന് പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ഗ്രാമത്തിലോട്ട്, അതായത് ഒരു ഫ്ലോട്ടിംഗ് വില്ലേജിലോട്ട് അല്ലെങ്കിൽ ഫിഷിംഗ് വില്ലേജിലോട്ട് നമ്മൾ പോയിരുന്നു. അവിടെ ആയിരുന്നു നമ്മുടെ ഭക്ഷണമൊക്കെ, ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ ഒരുക്കിയിരുന്നത്. അതിൻ്റെ പേര് കോ പാനി. എനിക്കറിയത്തില്ല ഞാൻ പറയുന്നത് ശരിയാണെന്നൊന്ന്, അവർ പറയുന്ന രീതിയിൽ നമുക്ക് പറയാൻ അറിയത്തില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും അവിടോട്ടായിരുന്നു നമ്മൾ പോയിരുന്നത്. അതൊരു ഫിഷിംഗ് വില്ലേജാണ്. അവിടെ വളരെ കുറച്ച് ആൾക്കാരെ അവിടെ താമസിക്കുന്നുള്ളൂ. അതായത് ഒരു 360 ഫാമിലി. പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ഫാമിലീസാണ് അവിടെ താമസിക്കുന്നവർ മൊത്തവും. പിന്നെ ആകെപ്പാടെ അതിനകത്ത് 1600 ആൾക്കാരെ അവിടെ താമസിക്കുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അവർക്ക് വരുമാനമെന്ന് പറയുന്നത് നമ്മൾ ഈ ചെല്ലുന്ന ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പിന്നെ അവർ കുറേ നമ്മുടെ പേളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർ വിറ്റിട്ടും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫുഡ് അങ്ങനെയൊക്കെ ഉള്ളത് മാത്രം വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ് പിന്നെ ആ ഒരു പ്രവിശ്യയിലുള്ളത്. സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷമം തോന്നും. അവർ ആ ഒരു ഫ്ലോട്ടിംഗ് വില്ലേജ് എന്ന് പറഞ്ഞല്ലോ, അവരുടെ വീടിന് മുന്നേ ഓരോന്നോരോന്ന് അവർ ചെറിയ ചെറിയ ഷോപ്പ് പോലെ ആക്കി അങ്ങനെയാണ് അവരുടെ ജീവിതം കഴിയുന്നത്. പുറം ലോകമായിട്ട് എനിക്ക് തോന്നുന്നു യാതൊരു ബന്ധമില്ലാത്ത കുറച്ച് ഫാമിലി. അതിൻ്റെ കാഴ്ചകളാണ് ഇനിയും കാണുന്നത്. നമ്മൾ ഉച്ചക്കലത്തെ ഭക്ഷണം പറഞ്ഞില്ലേ, ഭക്ഷണം കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ ഇവിടെ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഇവരുണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അത്രയും ഗ്രാമത്തിൽ, അതായത് ഒരു 360 ഫാമിലി താമസിക്കുന്ന ഗ്രാമത്തിൽ അവരുണ്ടാക്കുന്ന കുറച്ച് ഫുഡ്, കുറച്ച് കാര്യങ്ങൾ ഒക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ ചെല്ലുന്ന പിന്നെ വിസിറ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതാണ് അവരുടെ അന്നത്തിനുള്ള പിന്നെ മാർഗം. അതുകൊണ്ട് തന്നെ നമുക്ക് അവരോടൊരു സിമ്പതി തോന്നും. എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചാലോ എന്ന് തോന്നിയിട്ട് എൻ്റെ മോളാണെങ്കിൽ നമ്മുടെ പേളിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു സ്ത്രീ പറഞ്ഞ പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പം ഇതുപോലെ പിന്നെ മോളെ വിളിച്ചിട്ട് ഇത് കയ്യിലോട്ടൊക്കെ ഇട്ട് കൊടുത്തു. എൻ്റെ കയ്യിൽ ഇട്ട് തന്നു. പിന്നെ കുറേ ഭക്ഷണ സാധനങ്ങളുണ്ട്. ഇതൊക്കെ അവർ വിൽക്കാനായിട്ട് വെച്ചിരിക്കുക. കുറേയൊക്കെ ഓരോരുത്തരൊക്കെ വാങ്ങിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ ഉള്ളത് വെച്ചിരിക്കുകയാണ്. നമുക്കിഷ്ടമുള്ളത് വാങ്ങിക്കാം. ഇത് കണ്ടില്ലേ, ഇനിയും കാണുന്നത് കണ്ടോ, ഇതൊക്കെ എനിക്ക് അവർ കയ്യിലോട്ട് ഇട്ട് തന്നതാണ്. ഇട്ട് നോക്കാവുന്ന പറഞ്ഞു. എന്തായാലും ഞങ്ങളൊരു 3-4 ഇതുപോലത്തെ എടുത്തു ബ്രേസ്ലെറ്റ്. മോളും കൊണ്ടുപോയിട്ടുണ്ട്, ഞാനും എടുത്തു. അങ്ങനെ കുറച്ച് അവർക്കൊരു ജീവിതമാർഗ്ഗമല്ലേ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജെയിംസ് ബോണ്ട് ഐലൻഡിലോട്ട് എത്തുന്നത്. ജെയിംസ് ബോണ്ട് ദ്വീപിൻ്റെ പ്രധാന ചരിത്രമെന്ന് പറയുന്നത് മാൻ വിത്ത് ദ ഗോൾഡൻ ഗൺ എന്ന ജെയിംസ് ബോണ്ട് സിനിമ ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇത് കാരണമാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഐലൻഡ് ജെയിംസ് ബോണ്ട് ഐലൻഡ് എന്ന് പിന്നെ പേര് വന്നത്. ഈ ഒരു പേര് മുഖാന്തരമാണ് ഈ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ഇതൊരു പ്രധാന ആകർഷണമായിട്ട് മാറ്റിയെടുത്തത്. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ, ഇനിയുണ്ട്. പക്ഷേ വീഡിയോ ലോങ്ങായി പോകുന്നതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുവാണ്. അപ്പോൾ എന്തായാലും ഈ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.